എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി നോക്കാം. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, അതും അല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പാണ്. ആ കപ്പിലാണ് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ദോശമാവിനൊക്കെ കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഒത്തിരി ലൂസായിട്ട് കുഴക്കരുത്, അതായത് ഒരു സെമി തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി വെള്ളം പോലെ ആയി പോകരുത്. ശരിക്കും ദോശയുടെ ആ ഒരു പരുവമല്ല, ദോശയുടെ പരുവത്തിനേലും കുറച്ചും കൂടെ കട്ടിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പഴം റെഡിയാക്കി എടുക്കണം. അപ്പോൾ പഴം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഏത്തപ്പഴം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒത്തിരി ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരണം. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകം. പിന്നെ നെയ്യിലൊക്കെ കിടന്ന് ഏത്തപ്പഴം വേവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും കൂടും. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ചിരണ്ടിയെടുത്ത തേങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം പഴുക്കാത്ത പഴമാണ്, അപ്പോൾ ഇത്തിരി മധുരം ഈ പഴത്തിന് കുറവാണ്. അപ്പോൾ നല്ല മധുരമുള്ള പഴമാണ് അല്ലെങ്കിൽ നല്ല പഴുത്ത പഴമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പഞ്ചസാര ഇത്രയും ആവശ്യമില്ല. നല്ല പഴുത്ത പഴം വെച്ചും ഇത് സ്നാക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. നമ്മുടെ പഴവും പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റാം. സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്, അതായത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് പഴം മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള പഴം നമുക്ക് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഗോതമ്പ് പൊടിയിലേക്ക് നമ്മുടെ ഈ പഴം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമ്മുടെ പഴം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും എല്ലാ ഭാഗത്തും ആ പഴം ആവണം. അതിനുശേഷം നമ്മൾ ആ പഴം വേവിച്ച അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്വാദ് കൂടും. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പിന്നെ എല്ലാ സൈഡിലും ഏകദേശം ഈക്വൽ ആയിട്ടുള്ളൊരു കട്ടിയിൽ തന്നെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചില ഭാഗത്ത് കട്ടി കൂടിപ്പോയി, ചില ഭാഗത്ത് കട്ടി കുറഞ്ഞു പോയി, അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരുപോലെ വെന്ത് കിട്ടില്ല. ഇനി അവസാനം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസുകൾ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാനൊരു ഭംഗി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ പുറത്ത് അതങ്ങനെ കടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട്, നമ്മുടെ ഈ അടയുടെ മുകളിലായിട്ട് പഴത്തിൻ്റെ പീസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ വേണമെങ്കിൽ അട എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വിളിച്ച പേരാണ് അട എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. പഴം, ഗോതമ്പ്, ദോശ എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ദോശയുടെ അത്ര ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലല്ല ഇതിരിക്കുന്നതെന്ന് മാത്രം. ഇനി നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. മറിച്ചൊന്നിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് മാത്രമാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്, മറു സൈഡ് അതിൽ അടഞ്ഞിരുന്ന് നന്നായി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇർക്കിളിയോ വെച്ച് കുത്തി നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് ക്ലിയറായി വരുന്നുണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി ചൂടോടുകൂടിയോ അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടോ കഴിക്കാം.
അപ്പോൾ പഴം വെച്ച് നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഇത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, അതും അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.